നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറക്കരയിലാണ്. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പഞ്ചഗവ്യം അത് നമ്മുടെ കർഷകർക്ക് വേണ്ടി ഇവിടെ ഒരു കൂട്ടായ ശ്രമമായിട്ട് ചെയ്യുകയാണ്. അന്നേരം ഇവിടുത്തെ കൃഷി ഓഫീസർ ശ്രീജിത്ത് സാറ് ഇവിടെ നിൽപ്പുണ്ട്. അന്നേരം സാറിൻ്റെ അടുത്ത് ചോദിച്ചതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്കറിയാം. അന്നേരം ഇത് കർഷകർക്ക് തീർച്ചയായിട്ടും ഒരു പ്രയോജനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കണം. അതായത് തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം. നമസ്കാരം. ശ്രീജിത്ത് സാറ്, സന്തോഷ് കുമാർ സാറേ. അന്നേരം നമ്മൾ ഈ പഞ്ചഗവ്യം ഉണ്ടാക്കുമ്പം ആദ്യം മുതൽ എങ്ങനെയൊക്കെയാണിത് ഇതിൻ്റെ മിശ്രിതം തയ്യാറാക്കുന്നത്? ഓക്കെ, അത് പറയാം. അത് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇവരുടെ ഈ പ്രവർത്തനം എന്നുള്ളത് കൊണ്ടെന്ന് പറയാം. ഓക്കെ. നമ്മളുടെ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി എന്നുള്ള പദ്ധതിയുടെ പ്രകാരം കർഷകർക്കായിട്ട് ജൈവ വളങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതിനുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഫാമേഴ്സ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, FIG. ആ FIG ആണ് ഇപ്പോൾ ഈ കാണുന്ന ഈ കർഷകരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അതിന് ഹരിതം എന്നാണ് നമ്മളിവിടെ പേര് നൽകിയിരിക്കുന്നത്. ഹരിതം FIG പടിഞ്ഞാറക്കല്ല. അപ്പോൾ ഈ ഹരിതം FIGയുടെ കീഴിൽ കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ വളക്കൂട്ടുകൾ നിർമ്മിച്ച് നൽകുകയാണ് ഇവരുടെ പ്രവർത്തനം. അതിൽ നമ്മൾ ആദ്യം തന്നെ ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ചാണകവളം, പിന്നെ വൃക്ഷായുർവേദ പ്രകാരമുള്ള ഹരിത കഷായം, ഇത് രണ്ടും നമ്മൾ നിർമ്മിച്ച് കർഷകർക്ക് ഇപ്പോൾ തന്നെ വിതരണം നടത്തിയിട്ടുണ്ട്. കുറച്ച് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇവിടെ പഞ്ചഗവ്യം എന്ന് പറയുന്നത്. പഞ്ചഗവ്യം എന്ന് പറയുന്നത് പശുവിൽ നിന്നുള്ള 5 ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ജൈവ വളക്കൂട്ടാണ്. അതിൽ പശുവിൻ്റെ ചാണകം, മൂത്രം, പാല്, തൈര്, നെയ്യ്, ഇത്ര 5 സാധനങ്ങളും അതിനോടൊപ്പം ശർക്കര, കരിക്കിൻ വെള്ളം, പൂവമ്പഴം, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ജൈവ വളക്കൂട്ടാണ്, മിശ്രിതമാണ് ഈ പഞ്ചഗവ്യം എന്ന് പറയുന്നത്. ഇത് വളർച്ചയെ ത്വരിതപ്പെടുത്താനും രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നുമൊക്കെ ഒരു അകൽച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന ഇതാണ്. ഇതിൽ ഒരു പല ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുക. പല ഘട്ടങ്ങളായിട്ട്. അതിൽ ആദ്യ ഘട്ടത്തിൽ നമ്മൾ ചാണകവും നെയ്യും തമ്മിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അതിന് അളവുണ്ട്. 7 കിലോ ചാണകവും 1 കിലോ നെയ്യും. 7 കിലോ ചാണകത്തിന് 1 കിലോ നെയ്യ്. അപ്പോൾ 7 കിലോ ചാണകം എടുക്കുക. അത് നാടൻ പശുവിൻ്റെ തന്നെ ഉണങ്ങി കാണാൻ പാടില്ല, പച്ച ചാണകം തന്നെ വേണം. നാടൻ പശുവിൻ്റെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. നാടൻ പശുവിൻ്റെ പച്ച ചാണകത്തിനകത്ത് 1 കിലോ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടിത് നമ്മൾ ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന മിശ്രം നമ്മൾ 2 ദിവസം വെച്ചിരിക്കും. അത് 3 ദിവസം വെച്ചിരിക്കും. അത് ഓരോ ദിവസവും നമ്മൾ നിശ്ചിത സമയത്ത് ഒരു ദിവസം 2 വട്ടം എന്നുള്ള രീതിയിൽ ഇളക്കി കൊടുക്കണം. രാവിലെയും വൈകിട്ടും എന്നുള്ള രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് അടുത്ത ചേരുവകൾ ചേർക്കും. അതിൽ 10 ലിറ്റർ ഗോമൂത്രവും 10 ലിറ്റർ വെള്ളവും. അതാണ് അടുത്ത ചേർക്കുന്ന പരിപാടി. 10 ലിറ്റർ ഗോമൂത്രവും 10 ലിറ്റർ വെള്ളവും ചേർക്കുന്നു. പിന്നീട് 15 ദിവസത്തേക്ക് ഇത് എല്ലാ ദിവസവും 2 തവണ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഈ 15 ദിവസത്തിന് നമ്മൾ മൂടി വെക്കണം. മറ്റ് ഈച്ചകളൊന്നും വന്ന് മുട്ടയിട്ട് പുഴുവൊന്നും ആകാതെ നോക്കണം. അപ്പം അതാണ് അതിൻ്റെ രണ്ടാം ഘട്ടം. ഈ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ഇതിനകത്ത് ചേർക്കുന്നത്. അത് 3 ലിറ്റർ പാല്, 2 ലിറ്റർ തൈര്, പിന്നെ പൂവമ്പഴം, ഒരു 3 ലിറ്റർ കരിക്കും വെള്ളം, പിന്നെ ശർക്കര 3 കിലോ, പിന്നെ ഒരു 12 പൂവമ്പഴം. ഇത് ഇത്രയും കൂടെയും ഈ മിശ്രിതത്തിലേക്ക് ചേർത്ത് നമ്മൾ ഈ മിശ്രം ഇളക്കി ഒരാഴ്ചയും കൂടെ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പാക്ക് ചെയ്ത് കർഷകർക്കിടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അത് കർഷകർക്ക് നമ്മൾക്ക് സൗജന്യമായിട്ടാണ് ഇത് എത്തിക്കുന്നത്. കർഷകർക്ക് ഈ ഐറ്റം എല്ലാം നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കും. ഇവർക്ക് ഈ നിർമ്മാണത്തിനുണ്ടായ ചിലവും മറ്റു കാര്യങ്ങളും സർക്കാർ ഒരു ഫണ്ട് വഴി ഇവർക്ക് FIGക്ക് നൽകുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം ഇപ്പം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുറേ കർഷകരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അവരുടെ ഒരു ചുറുചുറുക്കും കൂടിയാണ് ഈ സംരംഭത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇതിനകത്ത് എരുമയുടെ ഒരു വസ്തുക്കളും ചേർക്കാൻ പാടില്ല. പശുവിൻ്റെ തന്നെ ഉൽപ്പന്നങ്ങൾ ചേർക്കണം. അതിൽ നാടൻ പശുവിൻ്റെ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്കിവിടെ വെച്ചൂർ പശു ഉള്ളതുകൊണ്ട് നമ്മളിവിടെ നാടൻ പശുവിൻ്റെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങൾ ഒഴിക്കുക, മിക്സ് ചെയ്യുക. മിക്സിങ്ങിലേക്ക് പോവാം. തീർച്ചയായിട്ടും.
നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നതാണ്. 2 പാത്രങ്ങളായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തിനകത്ത് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പാല്, നാടൻ പശുവിൻ്റെ പാല് ചേർക്കുകയാണ്. 15-ാം ദിവസം അല്ലേ? 15-ാം ദിവസം. 15-ാം ദിവസം. നമ്മൾ ഇപ്പോൾ ഇത് എത്ര കിലോ എടുക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ 100 ലിറ്റർ 200 ലിറ്ററിൻ്റെയാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള പാലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം പാല് കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ട കരിക്കിൻ്റെ വെള്ളമാണ്. കരിക്കിൻ്റെ വെള്ളം ഇതും കരിക്കും വെള്ളം. അതിൻ്റെ നിറം ഇങ്ങനെയുള്ള നമ്മളെ ശർക്കര കുറച്ച് ഇതിനകത്ത് വീണതിൻ്റെയാണ്. ശർക്കരയോ പൂമഴ ഞെവിടി ചേർക്കണം. അത് ഇതിനകത്ത് ഇടണ അറിയുന്ന പകുതി ഇതിലും ഇതിനകത്തെ കണക്കെത്ര? അപ്പം എത്ര? പൊടിച്ചും ചേർക്കാം, ചെറിയ കഷ്ണങ്ങളാക്കിയും ചേർക്കാം, അല്ലാണ്ട് വലിയ ബൾക്കായിട്ടും ചേർക്കാം. കാരണം ഇതിനകത്ത് ഇത് നമ്മൾ ചേർക്കുന്ന തൈരാണ്. തൈര് ഇതിനകത്ത് ഒഴിച്ചിട്ട് കളിക്കട്ടെ. ശകലം ഇതിലൊഴിക്കേ? അല്ല, അവിടെ ഒഴിക്കട്ടെ. അതൊന്ന് ഇളക്കി വേണം. ഇനി ഒന്ന് ഇളക്കി. അത് പൂവമ്പഴം ഇവിടെ നന്നായിട്ട് ഞെവിടി എടുത്തതാണ്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇത് ഒരാഴ്ച തുടർച്ചയായിട്ട് ഒരു ദിവസം 2 വട്ടം എന്ന രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇളക്കാൻ നമ്മൾ എപ്പോഴും ഒരു മരത്തിൻ്റെ കമ്പോ തടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക. മറ്റ് ലോഹ ഉപകരണങ്ങൾ കൊണ്ടൊന്നും ചെയ്യരുത്. ഇത് സംഭരിച്ച് വെക്കുന്നത് നമ്മൾ ലോഹപാത്രത്തിൽ വെക്കരുത്. ഇത് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരു 2 മാസം വരെ, അതായത് ഇനി ഒരാഴ്ച കഴിഞ്ഞ് എടുത്തതിന് ശേഷം 2 മാസം വരെ നമുക്കിത് 2-3 മാസം വരെ സൂക്ഷിച്ചു വെക്കാം. അതിനൊരു 30 ml നമ്മൾ 1 ലിറ്റർ ഇതിനകത്ത് ധാരാളം സൂക്ഷ്മാണുക്കളുണ്ട്. ഒരുപാട് സൂക്ഷ്മാണുക്കൾ ഇതിനകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇനോക്കുലമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സൂക്ഷ്മാണുക്കളെ നമ്മൾ ഈ ചെടികളുടെ ഇലകളിലേക്കും മറ്റും പ്രവർത്തിക്കുമ്പം ഈ മറ്റ് കീടങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് ഒരു റിപ്പല്ലൻസ്, ഒരു അകൽച്ച ഉണ്ടാകുന്നു. രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗാണുക്കളെ ഇതിനകത്തുള്ള ബെനഫിഷ്യറി ഓർഗാനിസംസ് ഇലയുടെ പുറത്ത് വെച്ച് തന്നെ നശിപ്പിച്ച് കളയും. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനും എത്ര ദിവസം കഴിഞ്ഞ് എടുക്കണം? ഇനി ഒരു 7 ദിവസം കൂടെ നമ്മളിത് ഇളക്കി വെക്കും. 7 ദിവസം കൂടെ. 7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിന് പാക്കറ്റുകളാക്കി, അതായത് 250 ml അര ലിറ്ററിൻ്റെ ഒക്കെ പാക്കറ്റുകളാക്കിയിട്ട് നമ്മളിത് കർഷകർക്ക് കൊടുക്കുന്നത്. അന്നേരം സാറിന് നമ്മൾ കർഷകർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? നമുക്ക് ഇപ്പോൾ ഈ ജൈവ കൃഷി എന്ന് പറയുന്ന ഒരു സംസ്കാരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമ്പൂർണ്ണ ജൈവ കൃഷിയിലേക്ക് എടുത്തിയാടണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ നമുക്ക് ഈ വിഷരഹിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ജീവാണു വളങ്ങൾ, ഇത്തരത്തിലുള്ള ഓർഗാനിക്കായിട്ടുള്ള ഡിക്കോഷൻസ് ഒക്കെ. അതിലൊന്നാണ് ഈ പഞ്ചഗവ്യം എന്ന് പറയുന്നത്. ഈ പഞ്ചഗവ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ചെടികളുടെ വളർച്ചയ്ക്ക്. കാരണം അതിനകത്ത് ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട്. ഒരുപാട് കീടങ്ങളെയും രോഗങ്ങളെയും അകറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട്. മാത്രമല്ല ഇതിനകത്തുള്ള ന്യൂട്രിയൻസ്, അതായത് ചെടികൾക്ക് വേണ്ട പോഷകങ്ങൾ വളരെ പെട്ടെന്ന് അതിന് ഇലകളിലൂടെ വലിച്ചെടുക്കാൻ കഴിയും. സ്പ്രേ ചെയ്യുകയാണ്. അതായത് 30 ml പഞ്ചഗവ്യം എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചെടുക്കുക, സ്പ്രേ ചെയ്യുക. ഒരാഴ്ച ഇടവേളകളിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്ന പൂക്കളുടെ എണ്ണം കൂടും. പൂക്കൾ കായ്കളാകുന്നതിൻ്റെ എണ്ണം കൂടും. കായകൾക്ക് നല്ല വലിപ്പം വരും. അതിനകത്ത് കാൽസ്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിഷ്യൻസ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ പഞ്ചഗവ്യം പോലെ നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്ന, വളരെ ലളിതമായിട്ട് നിർമ്മിച്ചെടുക്കാവുന്ന ഒരുപാട് ജൈവ കൂട്ടുകളുണ്ട്. ഈ കൂട്ടുകളിലൂടെ പ്രയോഗത്തിലൂടെ നമ്മൾ ഈ
വിഷം തളിക്കുന്നതിനെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് അതെ ഒരു കൃഷി രീതിയിലേക്ക് പോകുന്നതാണ്. അത്യാവശ്യത്തിനുള്ള വിഷരഹിതമാക്കിക്കൊണ്ടുള്ള പച്ചക്കറികളും ബാക്കിയുള്ള വിഷരഹിതമാക്കുക. ഞാൻ സമ്പൂർണ്ണ ജൈവ കൃഷി എന്ന് പറയുന്നില്ല, വിഷരഹിതമാക്കുക. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട രാസവളങ്ങൾ മണ്ണിൽ കൊടുക്കുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. ജൈവവളങ്ങളും രാസവളങ്ങളും സമ്മിശ്രമായിട്ട് കൊടുക്കണം, ആവശ്യത്തിന് കൊടുക്കണം. കീടനാശിനികളും മറ്റ് കുമിൾനാശിനികളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കർഷകർ ഇതൊക്കെ ഇനി ഇതിലോട്ട് വന്നോളും. ഇപ്പോൾ ഓൾറെഡി വന്നുകൊണ്ടിരിപ്പുണ്ട്. കാരണം എല്ലാ കർഷകർക്കും നമുക്കിപ്പോൾ ഈ വിഷം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള പച്ചക്കറികൾ കഴിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലെത്തുന്നത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ ജാഗരൂകരാണ്. അപ്പോൾ അവർക്ക് തന്നെ ഒരു ബോധമുണ്ട്, നമ്മുടെ വീട്ടുവളപ്പിലെങ്കിലും വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ മാർക്കറ്റിൽ ചെന്നാൽ തന്നെ നാടൻ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലാണ്. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്, വിഷം അധികം തളിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലെ കർഷകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കർഷകർക്ക് കൊടുക്കാനുള്ള മെസ്സേജ്. ഒരിക്കലും എടുത്തിയാടി ചെയ്യരുത്, പ്രത്യേകിച്ച് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നവർ. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നവർ എടുത്തിയാടി ഒരു സമ്പൂർണ്ണ ജൈവ കൃഷിയിലേക്ക് പോകാൻ ഞാൻ ഒരിക്കലും പറയുകയില്ല. ഒരു സമ്മിശ്ര കൃഷി രീതി, പരമാവധി കീടനാശിനികളുടെയും മറ്റു ഉപയോഗം കുറച്ചുകൊണ്ടുള്ള ഒരു സമ്മിശ്ര കൃഷി രീതിയാണ് നമ്മുടെ കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ഏറ്റവും മികച്ചത്. ഓക്കെ സാറേ, താങ്ക് യു. അതായത് ശ്രീജിത്ത് സാർ നമുക്ക് നല്ലൊരു മെസ്സേജാണ് തന്നേക്കുന്നത്. അതിന് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് അറിയാം. അതിന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് നമുക്ക് നിങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്നേരം ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.